പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ. നമ്മളെല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു പ്രഭാത സന്ദേശം കൂടെ ഹല്ലേലൂയ ദൈവസന്നിധി പറയുവാനായിട്ട് ദൈവം സാഹചര്യം ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് മുതൽ ഹല്ലേലൂയ ദൈവത്തിന് ഒരു പുതിയ സബ്ജക്റ്റ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. അനേക പ്രതിഫലത്തെക്കുറിച്ച് ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാർക്ക് ഈ ഭൂമിയിൽ തന്നെ ദൈവം നൽകുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട് എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് നൽകുന്ന അനവധി പ്രതിഫലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ തന്നെ ഹല്ലേലൂയ നീതിമാന്മാർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഒരു ജോലി ചെയ്താൽ അതിന് കൂലി കിട്ടും, അതൊരു പ്രതിഫലമാണ്. പക്ഷെങ്കിൽ അതല്ല, ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന അനവധി പ്രതിഫലങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ തന്നെ നമുക്കുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ രക്ഷത്താൽ ക്ഷയമെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം കൊണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആ തമ്പുരാൻ പ്രതിഫലം കൊടുക്കുന്ന ഈ ഭൂമിയിൽ അനവധി പ്രതിഫലങ്ങൾ ഈ ഭൂമിയിൽ തമ്പുരാനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ടെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഹല്ലേലൂയ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. അപ്പം ഈ ഭൂമിയിൽ തമ്പുരാനെ അന്വേഷിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവം അനവധി പ്രതിഫലങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തെ ഒന്ന് അന്വേഷിച്ചാൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് അനവധി പ്രതിഫലങ്ങൾ തരും. പ്രിയമുള്ളവർ, യാതൊരു സംശയവുമില്ല. അനവധി പ്രതിഫലങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കും. അതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഒത്തിരിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ഹല്ലേലൂയ ഉത്തരഫലം എന്ന പ്രതിഫലം നമുക്കറിയാം. 127-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഉത്തരഫലം എന്ന പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് ഉത്തരഫലം എന്ന പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 127-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നദ്ധിയിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവർ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. അതാ ഇവിടെ വചനം പറയുന്നത്, ദൈവം തരുന്ന പ്രതിഫലമാണെന്ന് ഉദരഫലം. ദൈവത്തിന് സ്തോത്രം. മക്കൾ യഹോവ നൽകുന്ന അവകാശം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലം. അവൻ തരുന്ന പ്രതിഫലമാ പ്രിയമുള്ളൊരു ഉത്തരഫലം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തെ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും, ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് നൽകി തരും. ഇതൊരു വാഗ്ദത്ത വചനമാണ് ഉത്തരഫലം, അവൻ നൽകുന്ന പ്രതിഫലം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അനേകർക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേക ദൈവത്തിന് സഹോദരിമാരെ കുറിച്ച് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ദൈവം കൊടുത്ത തലമുറകൾ. ഹല്ലേലൂയ. സാറ നമ്മൾ വായിക്കുന്ന അബ്രഹാം, സാറ, ഹന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവർക്കൊക്കെ ദൈവം തമ്പുരാൻ കൊടുത്ത പ്രതിഫലത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നൽകുന്ന പ്രതിഫലമാ പ്രിയമുള്ളൊരു ഉത്തരഫലമെന്ന് ഇന്ന് രാവിലെ കാലം നമ്മൾ മറന്നു പോകും. നമ്മുടെ തലമുറകളെ ദൈവത്തിന് സ്തോത്രം ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലമാ. അതുകൊണ്ട് ആ തലമുറകളെ യഹോവ ഭക്തിയിലും ജ്ഞാനത്തിലും അറിവിലും വളർത്തുവാൻ നമ്മൾ മറന്നു പോകരുത്. അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അനേകർ നശിച്ചുകൊണ്ടിരിക്കുക, ലോകമോഹങ്ങളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവവചനപ്രകാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെ വളർത്തുവാൻ നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ദൈവവചനം എന്താ പറയുന്നത്? ഉത്തരഫലം അവൻ നൽകുന്ന പ്രതിഫലം. ആ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവകൃപയിൽ അവരെ വളർത്തുവാൻ നമ്മൾ ഹാലലിയ ഉത്തരവാദിത്തമുള്ളവരാ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാലലിയ ദൈവമക്കളെ ഹാലലിയ തലമുറകളെ വളർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മറന്നു പോകരുത്. ഒരിക്കലും നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. ദൈവം തരുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെ അതേ രീതിയിൽ നമ്മൾ ഹാലലിയ കണ്ടുകൊണ്ട്, നമുക്കറിയാം ഒരു ഹന്ന ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാവശ്യം ഞാനത് പറഞ്ഞതാ ഹാലലിയ. എന്നിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തപ്പോൾ ആ ഹാലലിയ തനിക്ക് ലഭിച്ച ആ മകനുമായിട്ട് താൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ഹാലലിയ. ദൈവത്തിന് സ്തോത്രം. ആ ദേവാലയത്തിൽ തൻ്റെ മകന് ഹാലലിയ ജീവപര്യന്തം അവനെ ദൈവത്തിന് വേണ്ടി കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതാ ഏറ്റവും ഹാലലിയ ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ശമൂവേൽ ഹാലലിയ പ്രവാചകനെ പോലെ ഒരുത്തൻ മുൻപും പിൻപും ഇല്ലായിരുന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് കിട്ടിയ തലമുറകൾ അത് ദൈവം തരുന്ന പ്രതിഫലമാ. ആ പ്രതിഫലം ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ മാനിക്കും. ദൈവകൃപയിൽ അവരെ വളർത്ത്. ദൈവ ഇഷ്ടപ്രകാരം അവളെ വളർത്തിക്കറിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കും. അതാ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. ഹാലലി ഉത്തരഫലം എന്ന പ്രതിഫലം. അതാ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ഇസ്ഹാക്കിനെ കൊടുത്തത് എപ്രകാരം? ആ ദൈവത്തിന് സ്തോത്രം. ഹാലലി 25 വർഷം താൻ കാത്തിരുന്ന ദൈവത്തിന് സ്തോത്രം. ഹാലലി അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവത്തിന് സ്തോത്രം. ഹാലലിയ ആ നിവൃത്തീകരണത്തിന് വേണ്ടി അവൻ അബ്രഹാം 25 വർഷം കാത്തിരുന്നു. ദൈവവചനം അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹന്നായിക്കും അബ്രഹാമിനും പ്രായം ചെന്നപ്പോൾ ഒരു ഹാലലിയ ദൈവത്തിന് സ്തോത്രം ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ മേൽ നിറവേറിയെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യാതൊരു സാധ്യതയും ഇല്ലാത്തടത്ത് ഹാലലിയ നിർജീവത്തെ അവസ്ഥയിലായിരുന്നവരെ ദൈവത്തിന് സ്തോത്രം തമ്പുരാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതാ ദൈവത്തിൻ്റെ പ്രതിഫലം. ഉത്തരഫലം എന്ന പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലവും അവൻ തരുന്ന പ്രതിഫലവും. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കളെന്ന ദൈവത്തിന് സ്തോത്രം. യൗവനത്തിലെ മക്കളെ പ്രകാരമാ നമ്മുടെ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെന്ന് ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ആ ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണെങ്കിൽ ആ രീതിയിൽ ആ തലമുറകളെ നമ്മൾ വളർത്തുവാൻ നമ്മൾ മടിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ രീതിയിൽ തലമുറകളെ നമ്മൾ കൊണ്ടുപോകണം. ദൈവഭക്തിയിൽ ജ്ഞാനത്തിൽ അറിവിൽ വിഹാലിയ തലമുറകളെ കൊണ്ടുപോകുവാൻ നമ്മൾ മറന്നു പോകരുതെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമാ. ആ പ്രതിഫലം ദൈവത്തിന് സ്തോത്രം. അതേ രീതിയിൽ നമുക്ക് ദൈവം നൽകി തന്ന തലമുറകൾ അതേ രീതിയിൽ ദൈവകൃപയിൽ ദൈവശിക്ഷണത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തുവാൻ നമ്മൾ ഓരോ കടപ്പെട്ടവരാ. ദൈവത്തിന് മറന്നു പോകരുത്. ദൈവത്തിന് ദൈവവചനമാ പറയുന്നത്. നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും തലമുറകളില്ലാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവകാശമാണ്. നമ്മളത് ചോദിച്ച് വാങ്ങിക്കണം പ്രിയമുള്ളവരെ. ദൈവസന്നിധി നമ്മൾ കരയണം. ഹന്ന ദൈവാലയത്തിൽ വന്ന് കരഞ്ഞെന്നാ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവസന്നിധി കരഞ്ഞാൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തരുവാൻ ശക്തനെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഉത്തരഫലം ദൈവം തരുന്ന പ്രതിഫലമാ. ദൈവത്തിന് സ്തോത്രം. അവൻ തരുന്ന പ്രതിഫലമാ. മക്കൾ ദൈവം നൽകുന്ന അവകാശമാണ്. ദൈവം നമുക്കുള്ള അവകാശമാണ്. ആ അവകാശം നമ്മൾ പ്രാപിക്കണം. ആ അവകാശം നമുക്ക് ഹല്ലേലൂയ നൽകി തരുവാൻ ദൈവത്തിന് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്ന
കൊടുക്കുന്ന പ്രതിഫലം. നമ്മളെ എബ്രായ ലേഖനത്തിൽ വായിച്ചു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നത്. നമുക്കൊന്ന് അന്വേഷിക്കാം, നമുക്ക് ദൈവത്തിൽ നിന്ന് കരയാം, ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിൽ അനേക പ്രതിഫലത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവസന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഹല്ലേലൂയ, രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഉത്തരഫലം അവൻ നൽകുന്ന പ്രതിഫലമെന്ന് ദൈവജനം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ തലമുറകളിൽ ആഭാരപ്പെടുന്നവരെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയമേലോ ദൈവം മറുപടി കൊടുത്ത് മാനിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.